ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നും വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ്. ഞാൻ വേണ്ടാന്ന് വെച്ചെടുത്ത് കളഞ്ഞിരുന്നതാ, എങ്കിലും അത് കാണുമ്പോൾ നമുക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോണത്. വേറെ ആരുടെ അല്ല, നമ്മുടെ അതുലിൻ്റെ തന്നെയാണ് കേട്ടോ. കാരണം കണ്ടന്റ് ക്ഷാമം കൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന അതുലിനെയാണ് ഞാൻ കണ്ടത് ആ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ റിയാക്ഷൻ കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് ചേട്ടൻ്റെ ഈ ഡയലോഗ് നമുക്കൊന്ന് കേട്ട് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരി അല്ലാത്ത രേണുസുതി. അയ്യോ എൻ്റെ പൊന്ന് അതിൽ ചേട്ടാ, താൻ പ്രിയങ്കരി ആക്കിയില്ലെങ്കിൽ പിന്നെ രേണുസുതിക്ക് ജീവിതമില്ല. അങ്ങനെ പറയരുത്, ഒന്ന് പ്രിയങ്കരി ആക്കുന്നേ. തൻ്റെ പ്രിയങ്കരി അല്ലെങ്കിലും ഇപ്പം ഒരുപാട് ആൾക്കാരുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേണുസുതി. അതുകൊണ്ട് താൻ അക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അപ്പം ഇനി അടുത്തൊന്ന് കേട്ട് നോക്കിയാലോ. വിഷയവുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞ എന്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായി. ഞാൻ തന്നെ 2 ദിവസം മുന്നേ നോക്കിയപ്പോൾ എന്തുവാടെ എന്ന് എനിക്ക് തോന്നി. സത്യം കുറെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ അവളെ കുറിച്ചിട്ട വീഡിയോ മാത്രമേ എണ്ണി നോക്കിയിട്ടുള്ളൂ. താൻ അതിന്റെ താഴെ കിടക്കുന്ന കമന്റും കൂടെ ഒക്കെ ഒന്ന് വായിച്ച് നോക്കണ്ട അതിലേ. പിന്നെ താൻ പറഞ്ഞല്ലോ ആ വീഡിയോ ഇടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, വീട്ടിൽ അരി മേടിക്കാൻ. കാരണം രേണുസുതി എന്ന ആ ഇടുന്ന വീഡിയോക്കകത്ത് ആ പേരെങ്കിലും ഇല്ലെങ്കിൽ റീച്ച് ആവത്തില്ലല്ലോ ചേട്ടാ. അതല്ലേ മെയിൻ കാര്യം. നടക്കട്ടെ. ബിഗ് ബോസിൽ വന്നിട്ട് ഞാൻ ഡിവോഴ്സായ ലേഡിയാണ്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പീക്ക് ലെവലില്. ഇത് അറിയാതെ വായിന്ന് വീഴ്ത്തതാ. പക്ഷെ അന്ന് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട, ഞാൻ ആദ്യത്തെ കല്യാണമാണ് കഴിച്ചിരിക്കുന്ന സുധിച്ചേട്ടനെ ഞാൻ കൂടി ബിനുവിനെ എനിക്കറിയത്തില്ല അതാരാ എന്നുള്ള സെറ്റപ്പിൽ നിന്നിട്ട് പിന്നെ വന്ന് പിന്നെ പറയാം എന്നുള്ള സെറ്റപ്പിലായി, പിന്നെ വന്ന് ഉണ്ടെന്നുള്ള സെറ്റപ്പിലായി, പിന്നെ നിയമപരമായിട്ട് കെട്ടി എന്നാ പെന്തകോസ്ത് കെട്ടി എന്നുള്ള രീതിയിലായി. അങ്ങനെ ഒരുപാട് കഥകൾ നനഞ്ഞിട്ടുണ്ട്. ഭയങ്കര വിഷയദാരിദ്ര്യം തന്നെ എൻ്റെ ചേട്ടന്. വിഷയങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും എടുത്ത് ചെയ്ത റീച്ച് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് പണ്ട് പല മീഡിയക്കാരും പലരും എടുത്ത് കഴുകി തേച്ച് പിഴിഞ്ഞ് ഉണക്കി മടക്കി അലമാരക്കകത്ത് വെച്ച കണ്ടന്റാണ് വീണ്ടും പൊക്കിക്കൊണ്ട് വരുന്നത്. ഇതെല്ലാം എല്ലാവരും കേട്ട് തഴമ്പിച്ചതാ. ഇതാർക്കും ഇനി കേൾക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പുതിയ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ചേട്ടാ. അയ്യോ കഷ്ടം, എന്തോ ഒരു ദാരിദ്ര്യം. അതിലേ നിനക്ക് കണ്ടന്റ് ദാരിദ്ര്യമോ? അതിന് മുന്നേ എനിക്കൊരു ചേട്ടന് മറുപടി കൊടുക്കണം. ഒരു ചേട്ടൻ ഇന്റർവ്യൂവിൽ വന്ന് കൊണയടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടന് മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് അയച്ചിട്ട് വീഡിയോ തുടങ്ങാം. അതുൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോഗറുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ ഡെയിലി 2, 3, 4 വീഡിയോസ് ആണ് ഈ പെൺകൊച്ചിനെ പറ്റിയിട്ട് വരുന്നത്. അത് എന്താണ് ഇതൊക്കെ? അത് ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അവൾ അങ്ങനെ ചെയ്ത് തേച്ചും മാച്ച് അങ്ങനെ പിന്നീട് പോലീസ് കേസ് വിഷയങ്ങൾ അവനെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. അവൻ സ്റ്റേഷനിൽ വരുന്നു, തിരിച്ചു പോകുന്നു. ദൂരെ കിടക്കുന്ന ഒരു പെൺകുട്ടി ഒരാൾക്ക് എതിരെ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു പെൺകുട്ടീനെ അത് പറഞ്ഞിട്ടുള്ള ആക്രമണം തന്നെയാണ്. തനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഈ അടി, വേറെ ആർക്കും പറ്റത്തില്ല. അപ്പൊ തനിക്ക് എന്തുവാകാം, തനിക്കെതിരെ ആരും വീഡിയോ ഇടരുത്, തനിക്കെതിരെ ആരും പ്രതികരിക്കരുത്. അത് ശരിയല്ല. അതിന് മറ്റേ വർത്താനങ്ങളാ പറയുന്നത്. അൻഷാദ് പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ്? ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പിന്നെ തൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അൻഷാദ് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് താൻ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടില്ലെങ്കിൽ അതിനൊരു ചെറിയ ഭാഗം കൂടി ഞാൻ ഇവിടെ ഇട്ടേക്കാന്നേ, ഒന്ന് കണ്ടു നോക്ക്. അപ്പം അതുൽ ബ്ലോഗ്സ് അങ്ങനെ ഒരു വേട്ടാവളിയൻ്റെ വീഡിയോ കാണേണ്ടതായിട്ട് വന്നു. പിന്നെ അവൻ എന്താ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും എതിരെ പ്രതികരിക്കുന്നു. പിന്നെ നീയാണല്ലോ കോടതി, ഒന്ന് പോടാ പേട്ടിയർക്ക് അവിടുന്ന്. ഇവിടെ ആരാൻ്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കി ജീവിക്കുന്നല്ലടാ നീ. നീ രേണുസുതിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്? നീ രേണുവിന്റെ വീഡിയോ ചെയ്തിട്ട് തന്നെയല്ലടാ നിനക്ക് റീച്ച് കിട്ടിയത്. ഒരു പെൺകൊച്ചിനെ വെച്ചിട്ടല്ലടാ നീ ഇതെല്ലാം ചെയ്തത്. പിന്നെ എനിക്ക് നാഗചേച്ചിയൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിട്ട് കളയാണ് തെണ്ടിച്ചേർക്കാൻ തന്നെ. അതിൻ്റെ അടുത്ത് ഞാൻ അതിലേ കിട്ടിയായിരുന്നു. അതിൽ ഇല്ല, ഞാൻ ചോദിച്ചു മേടിക്കും മോൻ ഇടുന്നതിന് മറുപടി പലരിടത്ത് നായി മോന് കിട്ടിക്കൊണ്ടിരിക്കും. അണ്ണനങ്ങ് പിരുത്ത് നിൽക്കുകയാണ് വിരികളാൽ. വലിയ അണ്ണവരം വന്ന് കളിക്കുന്നു. ഇവിടെ ആണ് കള്ളം കാണിച്ചാലും പെണ്ണ് കള്ളം കാണിച്ചു കഴിഞ്ഞാലും പൊളിച്ചടിക്കിട്ടേ പോകത്തുള്ളൂ. അല്ലാണ്ട് അവിടെ ഒരു കൺസിഡറേഷൻ എന്തിന്? അത് വളഞ്ഞിട്ടുള്ള ആക്രമണം തന്നെയാണ്. അതേപോലെ അണ്ണ എന്തോന്നല്ലേ വളഞ്ഞിട്ട് ആക്രമിച്ച? നീ കണ്ടാ ഞാൻ വളഞ്ഞിട്ട് ആക്രമിച്ചത്? എന്തോന്ന് രേണുസുതിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് താൻ കണ്ടോന്നാ? പിന്നെ അയാൾ മാത്രമല്ലല്ലോ, ഈ സോഷ്യൽ മീഡിയ മുഴുവനും കണ്ടോണ്ടിരിക്കുമല്ലേ. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ കണ്ടോണ്ടിരിക്കുക താൻ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഈ പറയുന്നതൊക്കെ തന്നെയാണ് വളഞ്ഞിട്ട് ആക്രമണം എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇതുപോലും അറിയത്തില്ലേ? അതിന് മുന്നേ എനിക്കൊരു ചേട്ടന് മറുപടി കൊടുക്കണം. ഒരു ചേട്ടൻ ഇന്റർവ്യൂവിൽ വന്ന് കൊണയടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേടെ അതിൽ കൊണയടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവയ്ക്കൊക്കെ എന്താ റിപ്ലൈ കൊടുക്കാനാ? ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് വിളിച്ചു പറയുന്ന അവന്റെ ആ സംഭാഷണത്തിന്റെ മഹത്വം കേട്ടാ എന്താ റിപ്ലൈ കൊടുക്കാനാ? അതിൻ്റെയൊക്കെ വായിന്ന് വീഴുന്ന ആ ഭാഷകൾ കണ്ടില്ലേ? അതാണ് അവൻ്റെയൊക്കെ കൾച്ചർ.
അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരുത്തന് മറ്റുള്ളവരുടെ വിഷമവും വേദനയും ഇത് പറയുമ്പോൾ അവരൊരു അവമാനപ്പെട്ടു പോകും, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഇതില്ലല്ലോ. അപ്പോൾ അവനെന്താ വേണമെന്ന് വെച്ചാൽ റീച്ച് വേണം, റീച്ച് കിട്ടണം, ഇതും കിട്ടണം. വീട്ടിൽ ശരീരം അനങ്ങാത്ത വിയർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് കുഞ്ഞിന് വീടിനകത്തിരുന്ന് പണിയണം, അത്രേ ഉള്ളൂ. കഷ്ടം. ഇവനൊക്കെയാ കള്ളങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കള്ളങ്ങൾ പൊളിച്ചടക്കി സത്യം വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നത്. തന്നെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ലോകത്തുള്ള എല്ലാവരുടെയും കള്ളങ്ങളൊക്കെ പൊളിച്ചടക്കി സത്യം കൊണ്ടുവരാൻ. തന്നിലോട്ടൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്ക്. തൻ്റെ വീട്ടിലുള്ള ആരുടെയെങ്കിലും എന്തായാലും നല്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനും കാണുമല്ലോ, അതൊക്കെ എടുത്ത് പുറത്തിടോ, സ്വന്തം കണ്ടനായിട്ട് എടുത്തിട്. അപ്പോൾ അതും കുറച്ചൊക്കെ റീച്ച് ആവും. കള്ളങ്ങൾ കൊണ്ടിട്ട് ഇവിടെ ആൾക്കാർ ഏൽപ്പിച്ച് വെച്ചിരിക്കുമല്ലോ തന്നെ. കള്ളങ്ങൾ പൊളിച്ചടക്കി സത്യം കൊണ്ടുവരുമെന്ന് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയുണ്ട് മറ്റുള്ളവരെ പറയാൻ? ഈ ലോകത്ത് രേണു മാത്രമേ ഉള്ളൂ 2 കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് മനസ്സിലായിരുന്നു തന്നോടൊന്നും പറയാൻ. ഇപ്പോൾ താനാണ് അവളുടെ ലൈഫിലെ കാര്യങ്ങൾ നോക്കുന്നത്, തന്നോട് പറയാൻ. അവളെ വിവാഹം കഴിച്ചത് ആരാണോ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പരസ്പരം അവരെ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് അവരെ സ്വീകരിച്ച് മുന്നോട്ട് ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് വേണമായിരുന്നു? അതിനെ ഞാൻ ആദ്യം കല്യാണം കഴിച്ചപ്പോൾ രണ്ടാമത് സൂചന കെട്ടാൻ പോവുകയാണ് കേട്ടോ എന്ന് വന്ന് നിന്നോട് പറയണമായിരുന്നു. ഇവിടെയാണ് നിന്റെ ചിന്തിച്ചാച്ചി കള്ളത്തനങ്ങൾ ഓരോന്നൊന്നും പബ്ലിക്കിന്റെ മുന്നിൽ പറയും, അത് പൊളിച്ചടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിന്? നന്ദികേട് കാണിച്ച കാര്യങ്ങൾ അടക്കം പൊളിച്ചടുക്കി. എന്തുകൊണ്ട് നിനക്ക് അതിനെ പറ്റിയൊന്നും പറയാൻ? താൻ പൊളിച്ചെടുക്കുക. അപ്പൊ തന്നെ ഇതേപോലെ വേറെ പലരും പല സ്ഥലത്തിരുന്നോണ്ട് പൊളിച്ചെടുക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രേണു സുധിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് സുധിച്ചേട്ടനാ. അപ്പോൾ അവളുടെ ബാക്ക്ഗ്രൗണ്ട്, അവളുടെ മുൻകാലങ്ങൾ അറിയേണ്ടുന്ന ആളും സുധിച്ചേട്ടൻ തന്നെ ആയിരുന്നു. സുധിച്ചേട്ടൻ്റെത് അവൾക്കും അറിയാം, അവളുടേത് സുധിച്ചേട്ടനും അറിയാം. ഇവർ രണ്ടുപേരും കൂടെ പരസ്പരം അവളുടെ മുൻ ലൈഫ് പറഞ്ഞുറപ്പിച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവരുടെ ബന്ധുക്കളും വീട്ടുകാരും എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിയുന്നത്. അപ്പോൾ അവർക്കത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അവരുടെ ലൈഫ് എന്തിന് മറ്റുള്ളവരെ അറിയിക്കണം? അതിന്റെ ആവശ്യം അവർക്കില്ലായിരുന്നു. ഇപ്പം നീയൊക്കെ എന്നെ ചുരണ്ടി ഇപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചിട്ട്, സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രേണു എന്ന് പറയുന്ന കണ്ടന്റ് കിട്ടുമായിരുന്നു? ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, കിട്ടുമായിരുന്നു? അപ്പോൾ അങ്ങനെ ഒരാൾ നിര്യാതനായി പോയതിന് ശേഷം അവളെ ജീവിക്കാൻ വേണ്ടി ഈ ഫീൽഡിലോട്ട് ഇറങ്ങി. അവിടെ തൊട്ടല്ലേ നിന്റെയൊക്കെ നല്ല കാലം തുടങ്ങിയത് ആണാ? അപ്പോൾ അവള് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കള്ളം പറഞ്ഞെങ്കിൽ നീ പോയി ഒരു വലി വെച്ച് കൊടുക്കും. ഓക്കെ. അപ്പം പിന്നെ ഇച്ചിരി ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പാളയെ തൂറിയതും അവിടെ തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെകഞ്ഞെടുക്കും. വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുമല്ലോ. അവള് കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് പറയാൻ മനസ്സിലായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ പറഞ്ഞു. അറിയേണ്ടുന്ന സമയം തോന്നിയതുകൊണ്ട് അവളത് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിനകത്ത് നിനക്ക് ഇത്ര പൊള്ളേണ്ട കാര്യമില്ല. നിന്നല്ലല്ലോ അവൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. കല്യാണം കഴിച്ച് കൂടെ താമസിച്ച് ഒരു കുഞ്ഞുണ്ടാക്കി കൊടുത്ത ആൾ മരിച്ചു പോയിട്ടുണ്ട്. അയാൾക്ക് അവളെ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. അതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള നാട്ടുകാരെ മുഴുവൻ ബോധിപ്പിച്ചിട്ട് അവൾ ജീവിക്കേണ്ടത് യാതൊരു ആവശ്യമില്ല. രേണു സുധി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാ, അങ്ങനെ കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണമായി മാറി. എന്തുണ്ടെങ്കിലും എന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അത് സുധിച്ചേട്ടനും അറിയാൻ വേണ്ടപ്പെട്ടവരും അറിഞ്ഞിട്ടാണ് എന്തായാലും ലൈഫിലോട്ട് കടന്നത്. ഇപ്പൊ 2 ആണെങ്കിലും 3 ആണെങ്കിലും ഇവർക്ക് എന്താണ് പ്രശ്നം? എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ, ഞാനെന്തിനാ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്? മരിച്ച് മണ്ണോട് ചേർന്നൊരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനും ഒരു വിവരം കെട്ട ആൾക്കാരാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അനുഭവിച്ചതാ. അപ്പൊ എന്തോ നല്ലതായിട്ടാ കിട്ടിയിട്ടുണ്ടല്ലേ പണി. അന്നും ഇതൊന്നും പറയുന്നില്ലായിരുന്നല്ലോ. പെട്ടെന്നുള്ള കല്യാണം, പിന്നെ പെട്ടെന്ന് നമ്മൾ വേർപിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അറിയാതെ വായിന്ന് വീണിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയുള്ളൂ ഈ ഒരു പോർഷൻ എനിക്ക് പറയാനുള്ളത്. ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പരസ്പരം അറിയേണ്ടുന്നവരെ അറിഞ്ഞു തന്നെയാണ് ജീവിച്ചത്. അപ്പം നിന്നെ അത് ബോധിപ്പിക്കേണ്ട വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നെ നേരിട്ട് തൊട്ട് മുമ്പ് പറഞ്ഞ അതേ റിപ്ലൈ തന്നെയാണ് എനിക്ക് നിന്റെ ഈ ചോദ്യത്തിന് എനിക്ക് തരാനുള്ളത്. ഓക്കെ. നിങ്ങൾ തന്നെ ചിന്തിക്കും, പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഞങ്ങൾ ചിന്തിച്ച്. ഇനി താൻ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്, താൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോന്ന്. ഞങ്ങളെല്ലാവരും കൂടെ ചിന്തിച്ച കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് താങ്കൾ പറയുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ താങ്കൾക്ക് കഴമ്പ് എന്നുള്ളതിന് പകരം ആ ബ് മാറ്റിയിട്ട് അവിടെ പ് ചേർക്കാനാ താല്പര്യം. ഒന്ന് കൂട്ടിയിരുന്നൊന്ന് വായിച്ചു നോക്കൂ, എന്താണ് തൻ്റെ കാര്യം എന്ന് അതിന് മനസ്സിലാവും. തനിക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നുള്ളത് ആ അക്ഷരം ഒന്ന് മാറ്റി അതൊന്ന് കൂട്ടി വായിക്കുമ്പോൾ തനിക്ക് മനസ്സിലാവും കേട്ടാ. എന്തിനാണോ ഇങ്ങനെ തനിക്ക് ഇത്രയും? സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയ വരുന്നത്, തന്നോട് എനിക്ക് സഹതാപം തോന്നുന്നത്. ഈ ഒരു കണ്ടന്റ് തന്നെ താനൊരു 15-25 വീഡിയോ വരെ ആക്കിയിട്ടുണ്ട്. ഈ ഒരൊറ്റ കണ്ടന്റ് തന്നെ 15 വീഡിയോളം ആക്കി റീച്ച് മേടിച്ച് കയ്യിലിരിക്കുക. വീണ്ടും ആ പഴയതെല്ലാം പൊടി തട്ടി കൊണ്ടുവരുന്നത് എന്താ? പുതിയത് ഇല്ലാഞ്ഞിട്ടല്ലേ? പുതിയത് എനിക്ക് കിട്ടുന്നില്ല. കാരണം വേറെയുള്ള ആൾക്കാരെ പിടിച്ചിട്ടിട്ട് വലിയ റീച്ച് ഒന്നും നടക്കുന്നില്ല. അപ്പം നമ്മളെ റീച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രേണു സുധി തന്നെ വേണം. അതുകൊണ്ടാണ് പൊടി തട്ടി പഴയതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്. അവിടെ എടുത്ത് പൊടിത്തട്ടി ഇരിക്കത്തേളി. ഇത് തന്നെ താൻ മുമ്പ് ഇട്ടിട്ട് തനിക്ക് എന്തോന്ന് കേട്ടോ ഉണ്ടായി? തൻ്റെ ചാനൽ റീച്ചായി, തനിക്ക് ഇതും കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ തിന്നാനും തുടങ്ങി. ഇതല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. നീയൊക്കെ ഇങ്ങനെ പറയുന്ന പറഞ്ഞിട്ട് രേണു പേടിച്ച് ഒളിച്ച് ഒരു പുതപ്പ് മൂടി വീടിൻ്റെ മൂലക്കേറി ഒളിച്ചിരിക്കുകയും ചെയ്യുന്നതല്ലോ.
ആണോ? അല്ല, അവൾ ജെനുവിനാണ്. അവൾ ജെനുവിനായിട്ട് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു റിയാലിറ്റി ഷോയിൽ അവൾ ചെയ്യുന്നത്. അല്ലാതെ അവിടെ ചെന്നിട്ട് അവളെ വെളുപ്പിക്കാനോ അവൾ ഇന്നതാണെന്ന് പറയാനോ ഇന്നതാണെന്ന് കാണിക്കാനോ ഒന്നും ചെയ്യുന്നില്ല. അവൾ എന്താണോ അതാണ് അവിടെ കാണിക്കുന്നത്. അതിപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 പേര് മനസ്സിലാക്കാനും അവളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ദൈവം ആ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ കൊണ്ടിട്ടത്. ഓരോരുത്തരോട് എന്തെല്ലാം പുഞ്ചം വർത്താനങ്ങളൊക്കെ പറയുന്നു. ഒരുത്തി അങ്ങ് ചുമ്മാ അങ്ങ് രേണുവിനെ ഇങ്ങനെ ചൊറിഞ്ഞ് കാണിക്കും. ഔട്ടായി വീട്ടിൽ പോയിട്ടും അവൾക്ക് സഹിക്കുന്നില്ല. എന്നിട്ടും അവിടെ നിന്നുകൊണ്ട് ആക്ഷനും റിയാക്ഷൻ വീഡിയോ ഇടലുക അവളെ ജോലി. കൊതിയും ഞൊണയും കുത്തിത്തിരിപ്പിന്റെ ആശാട്ടിയായിരുന്നു. ഇപ്പൊ ഇന്നലെ എലിമിനേഷനായ കലാഭവൻ സരിക. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു നല്ലൊരു ബഹുമാനം ഉണ്ടായിരുന്നു എനിക്ക് അവരോട്. പക്ഷെ അവരുടെ പ്രവൃത്തികൾ പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല. കലാകാരി എന്ന നിലയിൽ അവരൊരു നല്ലൊരു ആർട്ടിസ്റ്റാണ്, അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഒരു പേഴ്സണൽ വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു തരത്തിലും ഒരു ക്വാളിറ്റി ഇല്ല. അത് നമ്മൾ കണ്ടതാണ്. ഒരു സ്ത്രീ അവിടെ അവരൊരു സ്ത്രീയാണ്. എന്തെല്ലാം രീതിയിലാണ് ഓരോ കോപ്രായങ്ങൾ കാണിച്ചും ഇത് കാണിച്ചും അവളെ അവഗണിച്ചത്. അതെല്ലാം പോട്ട് ഇപ്പോൾ എവിക്ഷനായി വീട്ടിൽ വന്നിരിക്കുക, എന്നിട്ടും അങ്ങ് വീഡിയോ ഇടുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് പൊട്ടിക്കരയാനുള്ള അവകാശം പോലും കൊടുത്തില്ല ലാലേട്ടൻ. അപ്പോഴേട്ട് ആ മുറിക്കകത്തൂടെ വിളിച്ച് ഇഞ്ഞു കൊണ്ടുവന്ന് അങ്ങ് പറഞ്ഞു വിട്ട്. അതാണ് ഓരോരുത്തരും കരുതിയിരുന്നു. രേണുസുതി 100 ദിവസത്തോടെ നിൽക്കുമ്പോൾ വിന്നറായി കപ്പടിച്ചോണ്ട് വരും എന്നൊന്നും ഞങ്ങൾ പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ ഒരു അത്യാഗ്രഹവും ഞങ്ങൾക്കില്ല. പിന്നെ ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനം ആരുടെ തലയിലാണ് ആ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ വിന്നറാവും. പിന്നെ ഒരു ഇച്ചിരി ഒരു ആക്റ്റീവ് കുറവുണ്ടായിരുന്നു രേണുസുതിക്ക്, ഉണ്ടായിരുന്നു എന്നേ പറയും. ഇപ്പം അവൾ അത്യാവശ്യം ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോഴും നല്ലൊരു കൗണ്ടർ ഓൾ അടിച്ചിട്ടുണ്ട്. ജിസേലിൻ്റെ പേരെന്താണ് ഇട്ടതെന്ന് വെച്ചാൽ പറഞ്ഞു ബ്യൂട്ടി പാർലർ. നല്ല വൃത്തിയാണ്. ലാലേട്ടൻ പൊട്ടി അങ്ങ് ചിരിച്ചു. അതേപോലെ ഇന്നലെ വന്നപ്പോഴും രേണുസുതി തല മൊട്ടയടിക്കാൻ പറ്റുമോ? അയ്യോ ഇല്ല ലാലേട്ട, അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. ഒന്നാമതേ ഈ മുടി എക്സ്റ്റൻഷൻ ആണെന്ന് അവൾ പറഞ്ഞത്. ആ ലാലേട്ടന് നന്നായി അങ്ങ് ബോധിച്ചു. ഇനിയിപ്പോൾ ഇന്ന് വരുമ്പോൾ പൊരിക്കാനുള്ള വക വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല, അവളങ്ങനെ ഒരു ഇത് അവിടെ ഒരു ആക്റ്റീവ് അല്ല എന്നുള്ളതല്ലാതെ അവളെ കൊണ്ട് വേറൊരു ശല്യവും ഒരു ഇതും അവിടെ ഇല്ല. ബിഗ് ബോസിൽ അവർ പറയാൻ പ്രതിയും ചെയ്ത കുറച്ച് വീഡിയോ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടു നോക്കാം. അത് ബിഗ് ബോസിനകത്തിരുന്ന് പറഞ്ഞത് കൂടാതെ പുറത്തും എവിഷനായി വീട്ടിൽ ചെന്ന് ഇരുന്നിട്ടും അത് രണ്ടും ഞാൻ ഇവിടെ ഇട്ടുതരാം. ഒന്ന് കണ്ടു. കാരണം 24 മണിക്കൂറും രേണു മുടി മേടിച്ചു. അയ്യോ എനിക്ക് മേലാന്നേ, ഇത് എന്നതാണ് ഇവിടെ നടക്കുന്നയോ, എന്നതാണ് എനിക്ക് എന്റെ വീട്ടിൽ പോകണം. എന്റെ തുതിയായിട്ട് എന്നെ അങ്ങോട്ട് വിളി, തുതിയായിട്ട് റിത്തപ്പ എന്നെ അങ്ങോട്ട് വിളി, എന്റെ റിത്തപ്പ ഞാൻ എന്നാ പരിപാടിയാണ്, എനിക്കിതൊന്നും പറ്റത്തില്ല, തലവേദനയാണേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.